ഇന്ത്യൻ നദികളിൽ സിന്ധു നദിയെക്കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗംഗാ നദിയെക്കുറിച്ചാണ്. ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. ഗംഗാ നദി നീളം 2525 കിലോമീറ്റർ. SCERT പുസ്തകങ്ങളിൽ ഏകദേശം 2500 കിലോമീറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നു. ഉത്തരാഖണ്ഡിലെ ഗംഗോത്രി ഹിമാനിയിലെ ഗായ്മുഖ് ഗുഹയിൽ നിന്നാണ് ഉത്ഭവം. പതനം ബംഗാൾ ഉൾക്കടൽ. ഒഴുകുന്ന രാജ്യങ്ങൾ ഇന്ത്യയും ബംഗ്ലാദേശും. ഗംഗാനദി ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ബീഹാർ, പശ്ചിമ ബംഗാൾ. ഗംഗാനദി ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ്. 1450 കിലോമീറ്റർ ദൂരമാണ് ഉത്തർപ്രദേശിൽ കൂടി ഒഴുകുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീതടം ഗംഗാ നദീതടമാണ്. ഇന്ത്യയിലെ ഗംഗാ നദീതടത്തിൻ്റെ വിസ്തീർണം 8.68 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി, ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി, ഇന്ത്യയുടെ ദേശീയ നദി എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഗംഗാ നദിയാണ്. ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് 2008 നവംബർ 4. ഇന്ത്യയുടെ ദേശീയ ജലജീവി ഗംഗാ ഡോൾഫിൻ. 2009 ഒക്ടോബർ 5 നടന്ന നാഷണൽ ഗംഗാ റിവർ ബേസിൻ അതോറിറ്റിയുടെ പ്രഥമ സമ്മേളനത്തിൽ വെച്ചാണ് ഗംഗാ ഡോൾഫിനെ ദേശീയ ജലജീവിയായി പ്രഖ്യാപിച്ചത്. ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള ഇന്ത്യൻ നദി ഗംഗാ നദി. ഇന്ത്യയുടെ പുണ്യനദി എന്നും അറിയപ്പെടുന്നു. ഏറ്റവും കൂടുതൽ മലിനീകരിക്കപ്പെട്ട ഹിമാലയൻ നദി ഗംഗാ നദി. ഭാരതത്തിൻ്റെ മർമ്മസ്ഥാനം എന്ന് വിശേഷിപ്പിക്കുന്ന നദിയും ഗംഗാ നദിയാണ്. ബംഗ്ലാദേശിൽ പത്മയെന്നും കീർത്തിനാശിനി എന്നും അറിയപ്പെടുന്നത് ഗംഗാ നദിയാണ്. ഗംഗ ഉത്ഭവിക്കുമ്പോൾ ഭഗീരഥി എന്നറിയപ്പെടുന്നു. ഭഗീരഥിയും അളകാപുരയിൽ നിന്ന് ഉത്ഭവിക്കുന്ന അളകനന്ദയും കൂടിച്ചേർന്ന് ഗംഗയായി മാറുന്നത് ദേവപ്രയാഗിൽ വെച്ചാണ്. ഗംഗാ നദി സമതലങ്ങളിലേക്ക് പ്രവേശിക്കുന്നത് ഹരിദ്വാറിൽ വെച്ച്. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി യമുന. ഇന്ത്യയുടെ ഏറ്റവും വലിയ പോഷക നദിയും യമുനയാണ്. വ്യക്തിത്വ പദവി ലഭിച്ച ഇന്ത്യയിലെ നദികളാണ് ഗംഗയും യമുനയും. വ്യക്തിത്വ പദവി നൽകിക്കൊണ്ട് വിധി പുറപ്പെടുവിച്ച ഹൈക്കോടതി ഉത്തരാഖണ്ഡ് ഹൈക്കോടതി. ഗംഗയുടെ തീരത്തെ ഏറ്റവും വലിയ പട്ടണമാണ് കാൺപൂർ. ഗംഗ ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കിയ വർഷം 1986. ഗംഗ ആക്ഷൻ പ്ലാൻ ഉദ്ഘാടനം ചെയ്തത് രാജീവ് ഗാന്ധി. ഗംഗാ നദിയെ പുനരുജ്ജീവിപ്പിക്കാൻ ഇന്ത്യൻ ഗവൺമെൻറ് ആവിഷ്കരിച്ച പദ്ധതിയാണ് നമാമി ഗംഗ 2014. നമാമി ഗംഗ പദ്ധതി നടപ്പിലാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ക്ലീൻ ഗംഗ മിഷന് 120 മില്യൺ യൂറോ സോഫ്റ്റ് ലോൺ അനുവദിച്ച രാജ്യം ജർമ്മനി. ഗംഗ ജലസന്ധി ഒപ്പുവച്ച രാജ്യങ്ങൾ ഇന്ത്യയും ബംഗ്ലാദേശും 1996. സരസ്വതി, ഗംഗ, യമുന എന്നിവയുടെ സംഗമസ്ഥാനം അറിയപ്പെടുന്നതാണ് ത്രിവേണി സംഗമം. ത്രിവേണി സംഗമം നടക്കുന്നത് പ്രയാഗ് അല്ലെങ്കിൽ അലഹബാദ്. 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഹൈന്ദവ തീർത്ഥാടന സംഗമമാണ് കുംഭമേള. അർദ്ധ കുംഭമേള നടക്കുന്നത് 6 വർഷത്തിലൊരിക്കലാണ്. അർദ്ധ കുംഭമേള നടക്കുന്ന സ്ഥലങ്ങൾ ഹരിദ്വാറും അലഹബാദും. മഹാകുംഭമേള നടക്കുന്നത് 144 വർഷത്തിലൊരിക്കലാണ്. മഹാകുംഭമേള നടക്കുന്ന സ്ഥലം അലഹബാദ്. മഹാകുംഭമേള അവസാനമായി നടന്നത് 2013. കുംഭമേള നടക്കുന്ന സ്ഥലങ്ങൾ ഹരിദ്വാർ, അലഹബാദ്, നാസിക്, ഉജ്ജയിനി. ഗംഗയിലെ ഏറ്റവും നീളം കൂടിയ പാലം മഹാത്മാഗാന്ധി സേതു പാലം. നീളം 5575 മീറ്റർ.
സ്ഥിതി ചെയ്യുന്നത് പാട്നയിൽ. ഗംഗയ്ക്ക് കുറുകെ പശ്ചിമ ബംഗാളിൽ നിർമ്മിച്ചിട്ടുള്ള അണക്കെട്ടാണ് ഫറാക്ക ബാരേജ്. ഫറാക്ക ബാരേജ് പിന്നിട്ടാൽ ഗംഗ അറിയപ്പെടുന്നത് പദ്മയെന്ന്. പദ്മ നദിയും ബ്രഹ്മപുത്രയുടെ ഭാഗമായ ജമുനയും ചേർന്നൊഴുകുമ്പോൾ അറിയപ്പെടുന്ന പേരാണ് മേഘ്ന. പദ്മ നദിയും ബ്രഹ്മപുത്രയുടെ ഭാഗമായ ജമുനയും കൂടിച്ചേരുന്ന ഭാഗം ചാന്ദ്പൂർ. അളകനന്ദയും മന്ദാകിനിയും കൂടിച്ചേരുന്നത് രുദ്രപ്രയാഗിൽ വെച്ച്. അളകനന്ദയും ധൗളിഗംഗയും കൂടിച്ചേരുന്നത് വിഷ്ണുപ്രയാഗ്. അളകനന്ദയും പിണ്ടാർ നദിയും കൂടിച്ചേരുന്നത് കർണപ്രയാഗിൽ വെച്ച്. അളകനന്ദയും ഭഗീരഥയും കൂടിച്ചേരുന്നത് ദേവപ്രയാഗിൽ വെച്ച്. ഗംഗയുടെ പ്രധാന പോഷക നദികൾ യമുന, കോസി, ദാമോദർ, സോൺ, ഗോമതി, ഗാഹ്ര, ഗണ്ഡകി, രാംഗംഗ. ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിച്ച് ഹിമാലയൻ നദിയിൽ ചേരുന്ന പോഷക നദികളാണ് ചമ്പൽ, ബെതുവ, കെൻ, സോൺ. ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കാത്ത ഗംഗയുടെ പോഷക നദികളാണ് ചമ്പൽ, ബെതുവ, കെൻ, സോൺ. ഗംഗയുടെ പ്രധാന കൈവഴികളാണ് ഹൂഗ്ലിയും പദ്മയും. ഗംഗാ തീരത്തുള്ള പട്ടണങ്ങൾ വാരണാസി, കാൺപൂർ, പ്രയാഗ് അല്ലെങ്കിൽ അലഹബാദ്, പാട്ന, ബക്സാർ, ഭഗൽപൂർ, ഹരിദ്വാർ, ബദരിനാഥ്, ഋഷികേശ്. ഗംഗയുടെ പ്രധാന പോഷക നദികൾ ഭഗീരഥി. ഗംഗ ഉത്ഭവിക്കുമ്പോൾ അറിയപ്പെടുന്ന പേരാണ് ഭഗീരഥി. ഭഗീരഥിയിലെ അണക്കെട്ട് തെഹരിയും കോട്ടേശ്വർ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ടാണ് തെഹരി. 260 മീറ്ററാണ് ഉയരം. ഭഗീരഥിയുടെ പോഷക നദി അളകനന്ദ. അളകനന്ദ ഉത്ഭവം അളകാപുരിയിലെ സാത്പത് ഹിമാനിയിൽ നിന്ന്. അളകനന്ദയുടെ പോഷക നദികൾ മന്ദാകിനി, ധൗളിഗംഗ, പിണ്ടാർ. അളകനന്ദയുടെ തീരത്തെ പ്രധാന പട്ടണം ബദരിനാഥ്. മന്ദാകിനിയുടെ തീരത്തെ പ്രധാന പട്ടണം കേദാർനാഥ്. യമുന നദി നീളം 1376 കിലോമീറ്റർ. ഉത്ഭവം ഉത്തരാഖണ്ഡിലെ യമുനോത്രി ഹിമാനിയിൽ നിന്ന്. പഴയ പേര് കാളിന്തി. ഗംഗയും യമുനയും കൂടിച്ചേരുന്നത് പ്രയാഗിൽ വച്ച്. താജ്മഹൽ സ്ഥിതി ചെയ്യുന്ന നദീതീരം യമുന. കടലിൽ നേരിട്ട് പതിക്കാത്ത നദികളിൽ ഏറ്റവും വലുത് യമുന. യമുനയുടെ തീരത്തെ പ്രധാന പട്ടണങ്ങൾ ഡൽഹി, ആഗ്ര, മധുര, ഇട്ടാവ. യമുനയുടെ പ്രധാന പോഷക നദികൾ ചമ്പൽ, ബെതുവ, കെൻ, സോൺ. ചമ്പൽ നദി പ്രധാന പോഷക നദി ക്ഷിപ്ര. ക്ഷിപ്ര നദിയുടെ തീരത്തെ പട്ടണം ഉജ്ജയിനി. ചമ്പലിൻ്റെ തീരത്തെ പട്ടണം കോട്ട, രാജസ്ഥാൻ. കോട്ട തെർമൽ പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന നദീതീരം ചമ്പൽ. ചമ്പൽ നദിയിലെ പ്രധാന ഡാമുകൾ ജവഹർ സാഗർ ഡാം രാജസ്ഥാനിലും ഗാന്ധി സാഗർ ഡാം മധ്യപ്രദേശിലുമാണ്. സോൺ നദി ഉത്ഭവം അമർകാണ്ടക്. തെക്ക് നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗയുടെ പോഷക നദിയാണ് സോൺ. തെക്ക് നിന്നുള്ള ഗംഗയുടെ പോഷക നദികൾ ഏറ്റവും വലുതും സോൺ ആണ്. പ്രധാന പോഷക നദി റിഹാന്ത്. റിഹാന്ത് നദിയിലെ ഡാം ഗോവിന്ദ് വല്ലഭ് പന്ത് ഡാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത ഡാമാണ് ഗോവിന്ദ് വല്ലഭ് പന്ത് ഡാം. ബാണാസാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മധ്യപ്രദേശ്. കോസി നദി നേപ്പാളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗയുടെ പോഷക നദിയാണ് കോസി. കോസി നദി ഗംഗയിൽ പതിക്കുന്നത് പാട്നയിൽ വെച്ച്.
ഇന്ത്യയിലെ ഏറ്റവും അപകടകാരിയായ നദിയും കോസിയാണ്. ഇന്ത്യയുടെ ദുഃഖം, ബീഹാറിൻ്റെ ദുഃഖം എന്നിങ്ങനെ അറിയപ്പെടുന്നതും കോസി. ഋഗ്വേദത്തിൽ കൗശിക എന്നറിയപ്പെടുന്ന നദിയും കോസിയാണ്. ഇന്ത്യയുടെയും നേപ്പാളിൻ്റെയും സംയുക്ത വിവിധോദ്ദേശ പദ്ധതിയാണ് കോസി പദ്ധതി. ഗാഖ്ര നദി. ഉത്ഭവം മാനസ സരോവർ തടാകം, ടിബറ്റ്. രാമായണത്തിൽ സരയു എന്നറിയപ്പെടുന്ന നദി ഗാഖ്രയാണ്. നേപ്പാളിലെ ഏറ്റവും നീളം കൂടിയ നദി ഗാഖ്ര. നേപ്പാളിൽ കർണാലി എന്നറിയപ്പെടുന്നതും ഗാഖ്രയാണ്. ഗോമതി നദി. ഗോമതി നദീതീരത്തെ പ്രധാന പട്ടണങ്ങളാണ് ലക്നൗ, സുൽത്താൻപൂർ. ഗണ്ഡകി. നേപ്പാളിൽ നാരായണി എന്നറിയപ്പെടുന്നു. ഗണ്ഡകി നദിക്ക് സമീപം ബീഹാറിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് വാൽമീകി ദേശീയോദ്യാനം. രാംഗംഗ. ജിം കോർബറ്റ് ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന ഗംഗയുടെ പോഷക നദി. രാംഗംഗയുടെ തീരത്തെ പട്ടണമാണ് ബറേലി. ഹൂഗ്ലി. പശ്ചിമ ബംഗാളിലൂടെ ഒഴുകുന്ന ഗംഗയുടെ കൈവഴി. ജലാങ് നദിയുമായി ചേർന്നതിന് ശേഷം ഭഗീരഥി അറിയപ്പെടുന്ന പേര് ഹൂഗ്ലി. ഹൂഗ്ലിയുടെ പ്രധാന പോഷക നദിയാണ് ദാമോദർ. ഇന്ത്യയിലെ വേലിയേറ്റ നദിക്ക് ഒരു ഉദാഹരണമാണ് ഹൂഗ്ലി. ഹൂഗ്ലി നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന പാലങ്ങളാണ് വിദ്യാസാഗർ സേതു പാലം, വിവേകാനന്ദ സേതു പാലം, ഹൗറ പാലം അല്ലെങ്കിൽ രവീന്ദ്ര സേതു പാലം. ഹൂഗ്ലിയുടെ തീരത്തെ പ്രധാന പട്ടണം കൊൽക്കത്ത. ഹൂഗ്ലിയുടെ തീരത്തെ മറ്റ് പട്ടണങ്ങൾ ഹൗറ, ഹാൽഡിയ. ദാമോദർ. ഹൂഗ്ലിയുടെ പ്രധാന പോഷക നദിയാണ് ദാമോദർ. ഉത്ഭവം ബീഹാറിലെ ഛോട്ടാ നാഗ്പൂർ കുന്നുകളിൽ നിന്ന്. ഒഴുകുന്ന സംസ്ഥാനങ്ങൾ ബീഹാർ, പശ്ചിമ ബംഗാൾ. ദാമോദറിൻ്റെ പോഷക നദിയാണ് ബരാക്കർ. ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് ദാമോദർ. ബൊക്കാറോ, ദുർഗാപൂർ ഇരുമ്പുരുക്ക് ശാലകൾ കൂടി ഒഴുകുന്ന നദിയും ദാമോദർ നദിയാണ്. ജൈവ മരുഭൂമി എന്നറിയപ്പെടുന്ന നദി ദാമോദർ. ദാമോദർ വാലി പദ്ധതി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിവിധോദ്ദേശ പദ്ധതിയാണ് ദാമോദർ വാലി പദ്ധതി. അമേരിക്കയിലെ ടെന്നസി വാലി പദ്ധതിയുടെ മാതൃകയിൽ ഇന്ത്യയിൽ നിർമ്മിച്ച പദ്ധതിയാണ് ദാമോദർ വാലി പദ്ധതി. ഉദ്ഘാടനം 1948 ജൂലൈ 7. ഇതിൻ്റെ പ്രയോജനം ലഭിക്കുന്ന സംസ്ഥാനങ്ങൾ ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ. ദാമോദർ വാലിയുടെ ഭാഗമായ ആദ്യ അണക്കെട്ട് തിലയ്യ. തിലയ്യ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി ബരാക്കർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പവർ സ്റ്റേഷൻ ബൊക്കാറോ. കൂടുതൽ ക്ലാസ്സുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.